ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ആയ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് ആണ്. അപ്പം കഴിഞ്ഞ ചാപ്റ്റർ ഏതായിരുന്നു? കഴിഞ്ഞ ചാപ്റ്റർ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് അല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ത് ചെയ്യുക? സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് പഠിക്കുക. ഓക്കെ, അപ്പൊ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സിന്റെ റിമൈനിങ് ആയിട്ടാണ് നമുക്ക് ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ടു ക്യൂബ്സ് ഇൻ ടു ഡിഫറെന്റ് വേസ്. ഇവിടെ നമുക്ക് എന്താണ്? ഒരു സ്മോളസ്റ്റ് നമ്പർ ആണ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ടു ക്യൂബ്സ്. രണ്ട് നമ്പർ ഉണ്ട്. ഓക്കെ, രണ്ട് നമ്പറിനെ നമ്മൾ ക്യൂബ്സിന്റെ സമ്മിൽ എഴുതുക. ഓക്കെ, ആ ക്യൂബ്സിന്റെ സമ്മില് എഴുതുന്നത് ഒരു നമ്പർ ആയിരിക്കും 1729. കണ്ടോ, 1729 നമുക്ക് എങ്ങനെ എഴുതാം? 1728 പ്ലസ് 1. അപ്പൊ 1728 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെതാ? 12 ക്യൂബിൻ്റെതാണ്. 1 എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് ആണ്. അപ്പം നമുക്ക് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് ആണ് എന്ത്? 1728. ഓക്കെ, then 1729. ഓക്കെ, then 1729 നമുക്ക് എഗെയിൻ എങ്ങനെ എഴുതാൻ പറ്റും? 1000 പ്ലസ് 729. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ എന്താ? 10 ക്യൂബ് ആണ്. പ്ലസ് 729 എന്ന് പറഞ്ഞാൽ എന്താ? 9 ക്യൂബ് ആണ് അല്ലെ? അപ്പൊ 1729 നമ്മള് രണ്ട് ക്യൂബ് നമ്പേഴ്സിന്റെ സമ്മാക്കിയിട്ട് എഴുതി. ഓക്കെ, അപ്പൊ 1729 എന്ന് പറഞ്ഞാല് എന്താ? ഹാർഡി രാമാനുജൻ നമ്പർ ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഹാർഡി രാമാനുജൻ എന്ന് പറഞ്ഞാല് എന്താ? നമ്പേഴ്സിനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പൊ അയാൾ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യും. നമ്പേഴ്സ് വെച്ചിട്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അയാൾക്ക് കിട്ടിയ ഒരു പാറ്റേൺ ആണ് എന്ത്? 1729 നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? രണ്ട് നമ്പേഴ്സിന്റെ ക്യൂബിന്റെ സമ്മിൽ എഴുതാൻ പറ്റും. ഒന്നെന്താ? 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ്, ദെൻ 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ്. അതുകൊണ്ട് 1729 ഹാർഡി രാമാനുജൻ നമ്പർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ദെൻ we can move to cubes. എന്താണ് ക്യൂബ്സ് എന്ന് പറഞ്ഞാല്? കൺസിഡർ ദ നമ്പേഴ്സ് 1, 8, 27 എക്സെട്ര. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ സ്ക്വയേഴ്സ് എന്താന്ന് പറഞ്ഞിരുന്നു അല്ലെ? എന്തായിരുന്നു സ്ക്വയേഴ്സ്? രണ്ട് നമ്പേഴ്സ് സെയിം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്വയർ കിട്ടുക അല്ലെ? അപ്പൊ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 into 1 1 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 into 2 4. അതായിരുന്നു സ്ക്വയേഴ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി ക്യൂബ്സിൽ എത്തുമ്പോ എന്താണ്? 3 ടൈംസ് നമുക്ക് സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. 1 into 1 into 1, 2 into 2 into 2. സ്ക്വയേഴ്സിൽ നമ്മൾ രണ്ട് സെയിം നമ്പേഴ്സ് ആയിരുന്നു മൾട്ടിപ്ലൈ ചെയ്തത്. ക്യൂബ്സിൽ നമ്മൾ 3 സെയിം നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 1 എന്ന് പറഞ്ഞാൽ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 into 1 into 1. 3 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അവർ ആൻസർ ഈസ് 1. Then what about 2 cube? 2 cube is equal to 2 into 2 into 2. So what is 2 into 2? We know that 2 square is 4 and 4 into 2 is 8. So 2 cube is equal to 8. Then 3 cube എന്ത് വരും? 3 into 3 into 3. അപ്പം 27 കിട്ടും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പെർഫെക്റ്റ് ക്യൂബ്സ് ഓർ ക്യൂബ് നമ്പേഴ്സ്. നമ്മൾ ഓൾറെഡി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, സ്ക്വയർ നമ്പേഴ്സ് എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അത് 2 ടൈംസ് ആണ് നമ്മൾ സെയിം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ക്യൂബ്സ് വി ആർ മൾട്ടിപ്ലൈയിങ് 3 സെയിം നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ 1 കണ്ടോ? 1 into 1 into 1 അതാണ് 1 ക്യൂബ്. 8 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 which is equal to 2 ക്യൂബ്. Then what about 27? 27 എന്ന് പറയുമ്പം 3 into 3 into 3 which is equal to 3 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ 5 ക്യൂബ് എന്ത് വരും? 5 into 5 into 5. 5 into 5 25 ആണ്. 25നെ again മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 125 എന്ന് വരും. Therefore 125 is a cube number. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ ക്യൂബ് നമ്പർ എന്ന് പറഞ്ഞാല്? ക്യൂബ് എന്ന് പറഞ്ഞാല് 3 സെയിം നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ 6 ക്യൂബ് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? 6 into 6 into 6.
6 into 6 36 ആണ്. 36നെ again നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ക്യൂബ്സ് കാണുക. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ദെൻ ഈസ് 9 a ക്യൂബ് നമ്പർ? 9 ഒരു ക്യൂബ് ആണോ? നമുക്കറിയാം 9 ഒരു സ്ക്വയർ ആണ്. സ്ക്വയർ നമ്പർ അല്ലേ 9? നമുക്ക് 3ന്റെ സ്ക്വയർ അല്ലേ 9? 3 into 3 9 ആണ്. ബട്ട് അവർ ക്വസ്റ്റ്യൻ ഈസ് 9 a ക്യൂബ് നമ്പർ? 9 ഒരു ക്യൂബ് നമ്പർ ആണോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നോ. കാരണം എന്താ? 9 is equal to 3 into 3. 9 എന്ന് പറഞ്ഞാല് 3 into 3 ആണ്. And there is no natural number which multiplied by taking 3 times gives 9. അപ്പൊ നമുക്കറിയാം ക്യൂബ് ആണെങ്കിൽ ആ സെയിം നമ്പർ 3 times നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് നമുക്ക് 9നെ സെയിം നമ്പർ ആയ സെയിം 2 നമ്പർ കൊണ്ടേ നമുക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് അറിയാം? 2 ക്യൂബ് 2 into 2 into 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ആൻഡ് 3 ക്യൂബ് 3 into 3 into 3 എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പൊ 2 ക്യൂബായ 8ന്റെയും 3 ക്യൂബായ 27ന്റെയും ബിറ്റ്വീനിൽ വരുന്ന നമ്പർ ആണ് ഏത്? നമ്മളെ 9. അപ്പൊ 9 ഏതിന്റെങ്കിലും ക്യൂബ് ആണോ? 2 ക്യൂബിന്റെയും 3 ക്യൂബിന്റെയും ബിറ്റ്വീനിൽ വേറെ ഏതിന്റെങ്കിലും ക്യൂബ് വരുമോ? ഇല്ല. സോ നമുക്ക് എന്ത് പറയാ? 9 is not a ക്യൂബ് നമ്പർ. ഓക്കെ, 9 ഒരു സ്ക്വയർ നമ്പർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 into 3 അല്ലേ? ഓക്കെ, അപ്പം this shows that 9 is not a perfect cube. So we can say that 9 is not a perfect cube. എങ്ങനെ നമ്മൾ ഒരു നമ്പർ പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കുക? സെയിം നമ്പർ 3 times നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കാം. ഇപ്പൊ 9 ക്യൂബ് നമ്പർ ആണോ ചോദിച്ചാല് നമുക്കറിയാം 3 into 3 into 3 വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 9 കിട്ടണം. ബട്ട് അങ്ങനെ കിട്ടുമോ? ഇല്ല. 3 into 3 ആണ് 9. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. പിന്നെ 2 ക്യൂബിന്റെയും 3 ക്യൂബിന്റെയും ബിറ്റ്വീനിൽ വരുന്ന നമ്പർ ആണ് 9. ബട്ട് അതുകൊണ്ട് അത് ഏതിന്റെയും ക്യൂബ് അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് 9 is not a perfect cube. Okay, there are only 10 perfect cubes from 1 to 1000. അപ്പൊ 1ന്റെയും 1000ന്റെയും ബിറ്റ്വീനിൽ ആകെ 10 പെർഫെക്റ്റ് ക്യൂബ്സ് ഉള്ളൂ. അപ്പൊ എല്ലാരും ഇത് ഓർത്ത് വെക്കുക. നമ്മളെ 1ന്റെയും 1000ന്റെയും ഇടയിൽ ആകെ 10 പെർഫെക്റ്റ് ക്യൂബ്സേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 നോക്കുക, 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 into 2 into 2 which is equal to 8. അപ്പൊ നമ്മൾ 2 into 2 into 2 ചെയ്യുമ്പോൾ 3 into 2 ചെയ്യരുത്. ഓക്കെ, 2 into 2 into 2. ദാറ്റ് മീൻസ് 2 into 2 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 4 കിട്ടും. 4നെ അഗെയിൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു which is equal to 8. Then what about 3 cube? 3 cube എന്ന് പറഞ്ഞാൽ 3 into 3 into 3 which is equal to 27. Then what about 4 cube? 4 cube means 4 into 4 into 4. 3 times നമ്മൾ 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. We know that 4 square 4 into 4 is 16 and again we are multiplying 16 by 4 and we got 64. Okay, then what about 5 cube? What is 5 cube? 5 cube എന്ന് പറയുമ്പോൾ എന്താ? 5 into 5 into 5 അല്ലേ? 3 times നമ്മൾ 5 മൾട്ടിപ്ലൈ ചെയ്യുന്നു. We know that 5 into 5 is 25. Again we are multiplying 25 by 5. Okay, അപ്പൊ 25നെ again 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 5 ക്യൂബ് കിട്ടുക. Okay, so what is 5 into 5? It is 25. 2 into 5 10. 10 plus 2 12. So our answer is 125. Okay, so 5 cube എന്താ? 125. Then what about 6 cube? 6 square എന്ന് പറഞ്ഞാൽ എന്താ? 36 ആണ് അല്ലേ? 36നെ again 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് 6 ക്യൂബ് കിട്ടുക. നമുക്കറിയാം 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 ക്യൂബ് ഈസ് ഈക്വൽ ടു 6 into 6 into 6. 2 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 36 ആണ്. അപ്പൊ ഇത് നമുക്ക് 36 എന്ന് കിട്ടി. അഗെയിൻ 36നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 6 into 6 36. 3 into 6 18. 19 20 21. So our answer is 216. So 6 cube is 216. Okay. Then what about 7 cube? ഇനി 7 ക്യൂബിനെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 7 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 7 into 7 into 7.
7 into 7 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ അല്ലെ. എന്തായിരുന്നു 7 into 7? 49 ആണ്. 49 അഗെയിൻ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? 63. Then 4 into 7. 28. 28 plus 6. 343. അല്ലേ? 9 into 7, 63. 7 into 3, 28. 28 plus 6 എന്ത് വരും? 29, 30, 31, 32, 33, 34. So our answer is 343. 343. Then what about 8 cube? 8 cube means 8 into 8 into 8. 3 times നമ്മൾ 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 8 ക്യൂബ് കിട്ടുക. 8 into 8 എന്ന് പറഞ്ഞാൽ 64. Again we are multiplying 64 by 8. So what is 8 into 4? 32. Then 6 into 8. 48. അല്ലേ? 6 into 6 is 36. Then 42. 48 plus 3 എന്ത് വരും? 512. So 64 into 8 is 512. Then what about 9 cube? 9 cube is 9 into 9 into 9. 9 into 9 into 9. 9 into 9 is 81. Again we are multiplying 81 by 9. 81 into 9. 1 9s are 9. Then what about 8 into 9? 60. Sorry, 72. So our answer is 729. Then 10 cube എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്കറിയാം 10 into 10 എന്ന് പറഞ്ഞാൽ എന്താ? 10 into 10. Again we are multiplying by 10 and our answer is 1000. Okay, 10 cube is 1000. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യൂബ്സ് കാണുക. ഓക്കെ, ഇനി നമ്മുടെ ആൻസേഴ്സ് വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. 5 cube 125 ആണ്. 6 cube is 216. And what about 7 cube? 7 into 7 into 7 which is equal to 343. Then what about 8 cube? 8 into 8 into 8 which is equal to 512. Then what about 9 into 9 into 9 which is equal to 729. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിന്റെ ക്യൂബ് കാണുക. എങ്ങനെ? ഒരു നമ്പറിന്റെ ക്യൂബ് കാണാൻ പറഞ്ഞാൽ ആ നമ്പറിനെ നമ്മൾ 3 times മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 1 cube 1 ആണെന്ന് കിട്ടി, 2 cube 8 ആണെന്ന് കിട്ടി, 3 cube 27 ആണെന്ന് കിട്ടി, 4 cube 64 ആണെന്ന് കിട്ടി, 5 cube 125, 6 cube is 216 and 7 cube is 343, 8 cube is 512 and 9 cube is 729 and last 10 cube is 1000. Okay, അപ്പൊ നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? there are only 10 perfect cubes from 1 to 1000. 1ന്റെയും 1000ന്റെയും ഇടയിൽ എത്ര പെർഫെക്റ്റ് ക്യൂബ്സ് ആണുള്ളത്? there are only 10 perfect cubes. ഓക്കെ, 1ന്റെയും 1000, 1 മുതൽ 1000 വരെ 10 പെർഫെക്റ്റ് ക്യൂബ്സ് ഉള്ളൂ. ഏതൊക്കെ? 1, 8, 27, 64, 125, 216, 343, 512, 729 and 1000. അപ്പം 1 മുതൽ 1000 വരെയുള്ളതിൽ ബിറ്റ്വീനിൽ എത്ര പെർഫെക്റ്റ് ക്യൂബ്? 1 to 1000 എത്ര പെർഫെക്റ്റ് ക്യൂബ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 10. ഓക്കെ, the next one. നെക്സ്റ്റ് നമുക്ക് സെയിം തന്നെയാണ്. നമ്മൾ 1 മുതൽ 10 വരെയുള്ള
ക്യൂബ്സ് കണ്ടു. ഇനി ഇവിടെ 11 മുതൽ 20 വരെയുള്ള ക്യൂബ്സ് തന്നു എന്നുള്ളൂ. ഓക്കെ, 11ന്റെ ക്യൂബ് തന്നിട്ടുണ്ട്, 12, 13 അങ്ങനെ 20 വരെയുള്ള ക്യൂബ്സ് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കാം. 20ന്റെ ക്യൂബ് എന്താ? 8000. ഓക്കെ, ഇനി എന്താ ഇവിടെ പറയുന്നത്? വി ആർ ഈവൻ, സോ ആർ അവർ ക്യൂബ്സ്. എന്താ? ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈവൻ നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഒന്ന് നോക്കുക. എന്താ? ഇവിടെയും നോക്കാം. ഇപ്പൊ 2 എന്ന് പറഞ്ഞ ഈവൻ നമ്പറിന്റെ ക്യൂബ് എന്താ? ഓഡാണോ ഈവൻ ആണോ? ഈവൻ. അതുപോലെ 4ന്റെതും ഈവൻ, 6ന്റെതും ഈവൻ. അപ്പൊ ഈവൻ നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഒക്കെ എന്താണ്? ഈവൻ ആണ്. നമ്മൾ സ്ക്വയേഴ്സിലും സെയിം പറഞ്ഞിട്ടില്ലായിരുന്നോ? നമ്മള് ഒരു നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ സ്ക്വയറും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. അതുപോലെയാണ് ക്യൂബിന്റെ കേസിലും നമ്മളെ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബും എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. കണ്ടോ? 12 ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ അതിന്റെ 1728 ഇത് ഈവൻ ആണോ ഓഡാണോ നമ്മൾ എങ്ങനെയായിരുന്നു നോക്കൽ? ലാസ്റ്റ് ഡിജിറ്റ് നോക്കൂലേ? ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ ഈ വലിയ നമ്പറും ഈവൻ ആയിരിക്കും. സോ ഇത് എന്താ? ഈവൻ ആണ്. അങ്ങനെ എല്ലാ ഈവൻ നമ്പറും നോക്കാം. 14ന്റെ കണ്ടോ? 16ന്റെ കണ്ടോ? 18ന്റേത്, 20ന്റേത്, അതൊക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. സോ അതിന്റെ ക്യൂബ്സും എന്ത് കിട്ടി? ഈവൻ നമ്പേഴ്സ് ആണ് കിട്ടി. Then what about this one? We are odd, so are our cubes. അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ ക്യൂബ്സ് ഒക്കെ എന്താണ്? ഓഡ് ആണ്. കണ്ടോ? 11 ഓഡ് നമ്പർ ആണ്. അതിന്റെ ക്യൂബായ 1331 എന്താണ്? ക്യൂബാണ്. സോറി, ഓഡാണ്. ഓക്കെ, അതുപോലെ 13ന്റേതും ഓഡാണ്. അതുപോലെ 15ന്റേതും ഓഡാണ്. ഇനി ഇവിടെ ചെക്ക് ചെയ്താലും 1 അത് ഓഡാണ്. 3ന്റേത് 27 അത് ഓഡാണ്. അപ്പം നമ്മള് സ്ക്വയേഴ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈവൻ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സും ഈവൻ ആയിരിക്കും. ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയറും ഓഡ് ആയിരിക്കും. അതുപോലെ ആ സെയിം കേസ് തന്നെയാണ് നമ്മൾ ക്യൂബ്സിലും പഠിക്കുന്നത്. ഈവൻ നമ്പേഴ്സിന്റെ ക്യൂബ് ഈവൻ ആയിരിക്കും, ഓഡ് നമ്പേഴ്സിന്റെ ക്യൂബ് ഓഡ് ആയിരിക്കും. ഓക്കെ, അപ്പം അതെല്ലാരും ഒന്ന് നോട്ട് ചെയ്യുക. ഈവൻ നമ്പേഴ്സിന്റെ ക്യൂബ് ഈവൻ നമ്പർ തന്നെ ആയിരിക്കും, ഓഡ് നമ്പറിന്റെ ക്യൂബ് ഓഡ് നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറെ ഇൻട്രസ്റ്റിംഗ് പാറ്റേൺസ് നോക്കിയിരുന്നു അല്ലെ? അതുപോലെ നമ്മളെ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലും എന്തുണ്ട്? കുറച്ച് പാറ്റേൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കാം. സം ഇൻട്രസ്റ്റിംഗ് പാറ്റേൺസ്. എന്താ ഫസ്റ്റ് പാറ്റേൺ? ആഡിങ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. എന്താ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് അടുത്തടുത്തുള്ള ഓഡ് നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സിലും കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് എല്ലാവരും നോക്കാം കേട്ടോ. എന്നാലേ നമുക്ക് ക്യൂബ്സിന്റെതും പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഒബ്സർവ് ദ ഫോളോയിങ് പാറ്റേൺ ഓഫ് സംസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ നമ്മൾ നോക്കി 1 ഒരു ഓഡ് നമ്പർ ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് 1 ക്യൂബ് ആണ്. ഇനി 1 കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പർ ഏതാ? 3ഉം 5ഉം. അപ്പൊ എത്ര ഓഡ് നമ്പേഴ്സ് അവിടെ ഉള്ളത്? 2 ഓഡ് നമ്പേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ് കിട്ടുന്നത്. 8 എന്താ? 2 ക്യൂബ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നമ്മൾ 3 നമ്പേഴ്സ്, 3 ഓഡ് നമ്പേഴ്സ്. ഏത്? അടുത്ത 3 ഓഡ് നമ്പേഴ്സ്. 5 കഴിഞ്ഞിട്ട് 7ഉം 9ഉം 11ഉം. അടുത്ത 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തത് കൊണ്ട് ഇത് 3 ക്യൂബ് ആണ്. അപ്പൊ ഇതിന്റെ സം എന്താ? 27. ഒരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? 9 കഴിഞ്ഞിട്ട് ഓഡ് നമ്പർ 13, 15, 17, 19. അപ്പൊ ഇവിടെ നമ്മൾ എത്ര ഓഡ് നമ്പർ ആണ് ആഡ് ചെയ്യുന്നത്? 4 ഓഡ് നമ്പർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സം എന്തായിരിക്കും? 4 ക്യൂബ് ആയിരിക്കും. ഓക്കെ, കണ്ടോ? 64. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് നോക്കുക. അത് 64 ആയിരിക്കും കിട്ടുക. 4 ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് 4 അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ നോക്കുക. ഏതെങ്കിലും ഓഡ് നമ്പേഴ്സ് അല്ല, ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ടുള്ള ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ 4 ക്യൂബ് കിട്ടി. ഇനി 19 കഴിഞ്ഞിട്ടുള്ള അടുത്ത 5 ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് 125 വിച്ച് ഈസ് 5 ക്യൂബ്. നമ്മളിവിടെ 5 ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തത്. സോ അതിന്റെ സമ്മ് 5 ക്യൂബ് ആയിരിക്കും. അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ആയി വന്നു അല്ലെ? ഏതാണ്? ആഡിങ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യൂബ്സ് ആൻഡ് ദർ പ്രൈം ഫാക്ടേഴ്സ്. അടുത്ത പാറ്റേൺ ആണ് ക്യൂബ്സും അതിന്റെ പ്രൈം ഫാക്ടേഴ്സും. അപ്പൊ പ്രൈം ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, നമ്മൾ സ്ക്വയേഴ്സ് കാണാൻ, സ്ക്വയർ റൂട്ട്സ് ഒക്കെ കാണാൻ ഡിഫറെന്റ് മെത്തേഡ്സ്.
പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രൈം ഫാക്ടറൈസേഷൻ. പിന്നെ ഓഡ് നമ്പേഴ്സ് നമ്മളിങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോകുന്ന ആ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഡിവിഷൻ മെത്തേഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ ഒരു ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ആകെ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ് ക്യൂബ്സും ക്യൂബ് റൂട്ട്സ് ഒക്കെ കാണുന്നത്. ഓക്കെ, അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നമ്പർ. ഇപ്പൊ 4 എന്ന് പറഞ്ഞ ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്കറിയാം അല്ലെ. പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാം? 4 ഏറ്റവും ചെറിയ പ്രൈം നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ഒരു 1ഉം ആ സെയിം നമ്പറും മാത്രമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ്. അതിനെയായിരുന്നു നമ്മൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞേ അല്ലേ. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ 4നെ നമ്മൾ 2 എന്ന് പറഞ്ഞ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 2 2s are 4, 2 1. അപ്പൊ 4നെ നമ്മൾ 2 into 2 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 4ന്റെ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് 2 ആണുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 2ല് ഒരു 2 2 കൂടെ ഇൻറ്റു ചെയ്യുക. അതുപോലെ ഈ 2ലും ഒരു 2 2 കൂടെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ക്യൂബാണ് എഴുതുന്നത്. അപ്പൊ ഒന്നിനെ നമുക്ക് എന്താക്കണം? ക്യൂബ് രീതിയിലാക്കണം. അപ്പം ഇവിടെ 2 2 ആണുള്ളത്. ഇതിനെയും നമുക്ക് 2 ക്യൂബ് ആക്കണം, ഇതിനെയും നമുക്ക് 2 ക്യൂബ് ആക്കണം. ഓക്കെ, കണ്ടോ? 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ്. അപ്പൊ ഓൾറെഡി ഒരു 2 ഉണ്ട്, അതിലോട്ട് ഒരു 2 2ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഇവിടെയും ഓൾറെഡി ഒരു 2 നമ്മുടെ അടുത്തുള്ളതായിരുന്നു, അതിലോട്ട് 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2 ക്യൂബ് ഇൻറ്റു 2 ക്യൂബ്. അതുപോലെ നെക്സ്റ്റ് നമ്പർ നോക്കുക. 6നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 into 3. അപ്പം ഇവിടെ ഒരു 2 ഉള്ളൂ, അതിനെ നമ്മൾ 2 ക്യൂബ് ആക്കണം. കാരണം 6ന്റെ ക്യൂബാണ്. ഓക്കെ, 6ന്റെ ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷനും എന്താക്കണം? ക്യൂബിലാക്കണം. സോ ഇവിടെ ഒരു 2 ഉള്ളത് 2 ക്യൂബ് ആക്കി, അതുപോലെ ഒരു 3 ഉള്ളത് അതിനെ 3 ക്യൂബ് ആക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ നോക്കാം. 15നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 3 into 5 അല്ലേ കിട്ടുക? യെസ്, 3 into 5 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ 15ന്റെ ക്യൂബ് എന്തായിരിക്കും? 3ഉം ക്യൂബ് ആകണം, 5ഉം ക്യൂബ് ആവണം അല്ലേ. അപ്പൊ ഒരു 3ഉം ഒരു 5ഉം ഓൾറെഡി ഉണ്ട്. ആ 3നെ നമ്മൾ ക്യൂബ് ആക്കി, 5നെയും ഓൾറെഡി നമ്മൾ ക്യൂബ് ആക്കി. ഇതിന് കണ്ടോ 12നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടിയത്? 2 into 2 into 3. എങ്ങനെ നമ്മൾ 12നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം? 12നെ 2 കൊണ്ട് ചെയ്യുമ്പം 6, 6നെ 2 കൊണ്ട് ചെയ്യുമ്പം 3, then 3 1. ഇങ്ങനല്ലേ. അപ്പൊ നമുക്ക് 2 into 2 into 3 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 12ന്റെ ക്യൂബോ എന്ത് വരും? ഈ 2നെയും ഒരു ക്യൂബ് ആക്കണം, ഈ 2നെയും ഒരു ക്യൂബ് ആക്കണം, ഈ 3നെയും ഒരു ക്യൂബ് ആക്കണം. കണ്ടോ? 2 ക്യൂബ് into 2 ക്യൂബ് into 3 ക്യൂബ്. അപ്പം ഇതാണ് വേറൊരു പാറ്റേൺ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ നമ്പറും പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ഇറ്റ്സ് ക്യൂബും. ഓക്കെ, 6 ആണെങ്കിൽ 6ന്റെ ക്യൂബ്, 4 ആണെങ്കിൽ 4ന്റെ ക്യൂബ്. നമുക്ക് ആ നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ അറിഞ്ഞാൽ അതിന്റെ എന്താണ് ക്യൂബിന്റെ പ്രൈം ഫാക്ടറൈസേഷനും എഴുതാൻ പറ്റും. ക്യൂബ് രീതിയിൽ എഴുതിയാൽ മതി. ഓക്കെ, സെയിം നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ അതാണ് സെക്കൻഡ് പാറ്റേൺ, ക്യൂബ്സ് ആൻഡ് ദെയർ പ്രൈം ഫാക്ടേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഈച്ച് പ്രൈം ഫാക്ടർ ഓഫ് എ നമ്പർ. നമ്മളിപ്പം പറഞ്ഞ കാര്യമാണ്. ഓരോന്നിന്റെയും പ്രൈം ഫാക്ടർ, ഓരോ നമ്പറിന്റെയും പ്രൈം ഫാക്ടർ അപ്പിയേഴ്സ് 3 times in the prime factorization of its cube. അതിന്റെ ക്യൂബ്, ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ അതിന്റെ ക്യൂബിലോട്ട് പോകുമ്പോൾ എന്താവും? 3 times ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. ഓക്കെ, then is 216 a perfect cube? 216 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്ത്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും, എന്നിട്ട് നമ്മൾ നമ്പേഴ്സിനെ പെയേഴ്സ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കും അല്ലേ. അപ്പൊ ഏതെങ്കിലും ഒന്ന് വാക്യോ ഏതെങ്കിലും ഒന്ന് കുറവറ്റുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു പെർഫെക്റ്റ് എന്താണ് സ്ക്വയർ അല്ല എന്ന് പറയും അല്ലേ. പെർഫെക്റ്റ് സ്ക്വയർ ആണോ ചോദിച്ചാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയും. അതുപോലെയാണ് ക്യൂബിന്റെ കേസും. ക്യൂബില് നമ്മൾ എന്താ ചെയ്യുക? പെയർ അല്ല ചെയ്യുന്നത്, കാരണം ഇത് ക്യൂബാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രിപ്പിൾസ് ആക്കും. 3 എണ്ണം അങ്ങനത്തെ രീതിയിൽ. മറ്റേ നമ്മൾ പെയേഴ്സ് 2 2 2 അങ്ങനെയായിരുന്നു ആക്കിയത്. ക്യൂബ്സ് ആവുമ്പം 3 3 3 അങ്ങനെ ആവും. ഓക്കെ, അപ്പൊ ട്രിപ്പിൾസ് ആക്കും. എന്നിട്ട് ഏതെങ്കിലും വാക്യോ കുറവുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. ഓക്കെ, അങ്ങനെ 216 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കിയാലോ. ആദ്യ മെത്തേഡ് എന്താ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു.
സോ 216. എങ്ങനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം? ആദ്യം നോക്കുക, ഇതൊരു ഈവൻ നമ്പർ ആണോ? യെസ്, ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്, അതുകൊണ്ട് ഇതൊരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ ചെറിയ പ്രൈം നമ്പർ ഏതാ? 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ 216 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 216 ഡിവൈഡഡ് ബൈ 2. 1 2s are 2. 1 നമുക്ക് എന്ത് ചെയ്യാ? 2ല് 2നേക്കാളും ചെറുതാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. Then we write 6 here. So 16 എന്ന് പറയുമ്പോൾ 8 2s are 16. Our answer is 108. അവ 216 നമ്മൾ ഡിവൈഡ് ചെയ്തു, നമുക്ക് 108 എന്ന് കിട്ടി. 108 അഗെയിൻ നമുക്ക് 2 കൊണ്ട് ചെയ്തൂടെ? യെസ്, 8 ഒരു ഈവൻ നമ്പർ ആണ്. 108 ഡിവൈഡഡ് ബൈ 2. So 5 2s are 10. Then 8 4 2s are 8. അപ്പൊ നമുക്ക് 108 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടി? 54. അപ്പൊ 54 നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 4 ആണ്. അപ്പൊ 54നെ അഗെയിൻ നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റും, കാരണം അതൊരു ഈവൻ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ 54 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, 2 2s are 4. 1 4 7 2s are 14. So 54 divided by 2 എന്ത് കിട്ടി? 27. 54 divided by 2 is 27. ഈ 27 ഒരു ഈവൻ നമ്പർ ആണോ? അല്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 7 ആണ് അല്ലേ? 7 ആവുമ്പം അതൊരു ഈവൻ നമ്പർ അല്ല, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ നോക്കുക, ഇനി അടുത്ത പ്രൈം നമ്പർ ഏതാ? 2 കഴിഞ്ഞിട്ട് 3 ആണ്. അപ്പൊ 3 കൊണ്ട് പോവില്ലേ? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള നമ്പർ അല്ലേ 27? യെസ്, അപ്പൊ നമ്മള് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാറ്? നമ്മൾ ഡിജിറ്റ്സ് ആഡ് ചെയ്യും, 2ഉം 7ഉം ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 9 കിട്ടി അല്ലേ? 9 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ്. അപ്പൊ ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ അതിന്റെ ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതാണ് കിട്ടുന്നതെങ്കിൽ we can say that it is divisible by 3. Then 27 divided by 3 എന്താ? 9. അപ്പം 9 again 3 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ ആണ്. 3 3s are അല്ലേ 9? യെസ്. Then 3 1. അപ്പൊ നമ്മളെ പ്രൈം ഫാക്ടറൈസേഷൻ എന്തായി? റെഡിയായി. ഇനി നമുക്കിതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കണ്ടേ? യെസ്. അപ്പം 216നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പം എന്താ കിട്ടിയത്? 3 2ഉം കിട്ടി, 3 3ഉം കിട്ടി അല്ലേ? 2 into 2 into 2 into 3 into 3 into 3. ഓക്കെ, അപ്പൊ ഇത് റെഡി അല്ലേ? യെസ്. 2 into 2 into 2ഉം 3 into 3 into 3. അപ്പം എന്താ? 2 into 2 into 2നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. ഇൻറ്റു 3 into 3 into 3നെ നമുക്ക് 3 ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 into 3 ഹോൾ ക്യൂബ് എന്ന് എഴുതാം അല്ലേ? നമുക്കറിയാം a raised to m into b raised to m എന്ന് പറഞ്ഞാല് ab raised to m ആണ് അല്ലേ? രണ്ടിന്റെയും പവർ സെയിം ആയാൽ നമ്മൾ അത് രണ്ടും ഒപ്പം എഴുതിയിട്ട് പവർ സെയിം ആക്കിയിട്ട് വെക്കും. അതുപോലെയാണ് ഇവിടെ ചെയ്തത്. 2 into 3 ഹോൾ ക്യൂബ്. ഇനി നമുക്കറിയാം 216 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്കറിയാം 216നെ നമുക്ക് 2 into 3 ക്യൂബ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ക്യൂബ് പോകുമ്പോ എന്ത് വരും? 6. അപ്പൊ 6 ക്യൂബ് അല്ലേ? 6 ക്യൂബ് ആണ് എന്ത്? 216. അപ്പൊ 6ന്റെ ക്യൂബ് ആണ് 216. സോ വി ക്യാൻ സേ ദാറ്റ് 216 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. കാരണം എല്ലാത്തിനും നമുക്ക് ട്രിപ്പിൾസ് നമ്മൾ ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പം എല്ലാ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ട്രിപ്പിൾസിൽ എഴുതാൻ പറ്റി. ഏതെങ്കിലും ഒന്ന് വാക്കിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ 260 എന്ന് പറഞ്ഞാൽ 6ന്റെ ക്യൂബ് ആണ് കേട്ടോ. 6ന്റെ ക്യൂബ് ആണ് ഏത്? 216. The next one is 500 a perfect cube. 500 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? നമുക്ക് ചെക്ക് ചെയ്താലോ 500. ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമുക്കറിയാം 500 ഒരു ഈവൻ നമ്പർ ആണ് അല്ലെ? ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്.
ഓക്കെ, 500നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? യെസ്, 500ന്റെ ഹാഫ് എന്താ? 250. 250 അഗെയിൻ ഒരു ഈവൻ നമ്പർ അല്ലേ? യെസ്, 250നെ നമുക്ക് അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 250 ഡിവൈഡഡ് ബൈ 2. 1 2s are 2, 5, 2 2s are 4, 1 0, 5 2s are 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 125. അപ്പം 125. ഇനി 125 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് അതിന് നമുക്ക് 2 കൊണ്ട് പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ട് പറ്റുമോ നോക്കാം. നമുക്ക് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കാം. 1 + 2 + 5. സോ 5 + 1 6, 6 + 2 8 ആണ് കിട്ടുന്നത്. 8 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതല്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് പ്രൈം നമ്പർ ആയ 5 കൊണ്ട് നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റൂലേ? അങ്ങനെയല്ലേ നമ്മൾ ഡിവിസിബിലിറ്റി പഠിച്ചേ? യെസ്. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 5s are 10, 2 5, 5 5s are 25. ഓക്കെ, അപ്പൊ നമുക്ക് 125നെ 5 കൊണ്ട് ചെയ്യുമ്പോ എന്താ? 25. 25 അഗെയിൻ 5 കൊണ്ട് ഡിവിസിബിൾ ആവൂലേ? അപ്പം 5 കൊണ്ട് 5 5s are 25, 5 1, 1 5s are 5. ഓക്കെ, അപ്പൊ 500നെ നമ്മൾ എന്ത് ചെയ്തു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഇനി നമുക്ക് ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കണം. എങ്ങനെ ചെയ്യും? 500 is equal to 2 into 2 into 5 into 5 into 5. ഇനി നോക്കുക, ട്രിപ്പിൾസ് ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ എല്ലാത്തിനെയും? നമുക്കറിയാം 5 3 എണ്ണം ഉണ്ട്, ഇതിനെ നമുക്ക് 5 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. 2 2 എണ്ണം ഉള്ളൂ, ഒന്നില്ല അല്ലേ? ഒന്ന് മിസ്സിംഗ് ആണ്, ഒന്നില്ല. അപ്പം ഒരു 2 ഇല്ല. സോ ഇതിനെ നമുക്ക് ട്രിപ്പിൾസ് ആക്കിയിട്ട് എഴുതാൻ കഴിയില്ല, ഇത് സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ കഴിയുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 500 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. 500 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. 500 is not a perfect cube. What is the reason? Because there is no 2 in the prime factorization of 500 for making triples. Okay, triple ആക്കാൻ നമുക്കൊരു 2 ഇല്ല. ഒരു 2 കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? 500 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. ബട്ട് 5നെ ട്രിപ്പിൾ ആക്കാൻ പറ്റുന്നുണ്ട്, ബട്ട് 2നെ നമുക്ക് 3 times ഇല്ല. So we can say that 500 is not a perfect cube. Okay. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിച്ചത്. സിമ്പിൾ അല്ലേ? ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്. ഒരു നമ്പറിന്റെ ക്യൂബ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? അതിനെ 3 times നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 6 ക്യൂബ് കാണാൻ 6 into 6 into 6. 6 into 6 36 ആണ്. 36നെ അഗെയിൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 216. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്താ? ഒരു ഈവൻ നമ്പറിന്റെ ക്യൂബ് എപ്പോഴും ഈവൻ തന്നെ ആയിരിക്കും, ഒരു ഓഡ് നമ്പറിന്റെ ക്യൂബ് എപ്പോഴും ഓഡ് ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് പാറ്റേൺസ് പറഞ്ഞു അല്ലെ? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂബ്സ് കിട്ടുന്നത് പറഞ്ഞു. ദെൻ വേറൊരു പാറ്റേണും കൂടെ പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 types ഓഫ് പാറ്റേൺസ് ഡിസ്കസ് ചെയ്തു അല്ലെ? ദെൻ ലാസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആക്കുക നോക്കാം. ഒരു പെർഫെക്റ്റ് ക്യൂബ് ചെയ്യാൻ ഇതാണ് ഇമ്പോർട്ടന്റ്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, ട്രിപ്പിൾസ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്യൂബ് റൂട്ട് പഠിക്കാണ്ട്. നമ്മൾ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സിൽ എന്താണ് സ്ക്വയർ റൂട്ട്സ് പഠിച്ചതുപോലെ നമുക്ക് ക്യൂബ് റൂട്ട് എങ്ങനെയാണ് ക്യൂബ് റൂട്ട് കാണാന്നുള്ളതും കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാണ്ട്. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്ടില് ക്യൂബ് റൂട്ട്സ് ഡിസ്കസ് ചെയ്യാം. ഹായ് സ്റ്റുഡൻസ്. ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ക്യൂബ്സ് ആൻഡ് ക്യൂബ് റൂട്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു നമ്പറിന്റെ ക്യൂബ്സ് എങ്ങനെ കാണാന്നുള്ളത് പറഞ്ഞു. പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഒരു ക്യൂബ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബ് എന്തായിരിക്കും? ഓഡ് ആയിരിക്കും. ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിന്റെ ക്യൂബ് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് പാറ്റേൺസ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ? ഇനി നമുക്ക് സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തിലോട്ട് പോവാ? ക്യൂബ് റൂട്ടിലോട്ട് പോവാം.
ഓക്കെ, എന്താണ് ഈസ് 392 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്? നമുക്കറിയാം പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യാ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അതിനെ നമുക്ക് ട്രിപ്പിൾസ് ആക്കി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആണെന്ന് പറയും, അല്ലേ? If not, find the smallest natural number by which 392 must be multiplied so that the product is a perfect cube. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, 392 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ? ക്യൂബ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു ക്യൂബ് ആണ് എന്ന് പറയാം. ഇനി ക്യൂബ് അല്ലെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞേ? ഫൈൻഡ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ബൈ വിച്ച് 392 must be multiplied. അപ്പൊ 392നോട് ഏത് നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവുക? അപ്പൊ നമ്മൾ എങ്ങനെ കാണുന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം 392 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കണ്ടേ? യെസ്. അപ്പൊ നമ്മൾ എന്താ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 392 എന്താ? ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 392 divided by 2. 1 2s are 2. 3 minus 2 1 ആണ് 9. അപ്പം 19 പറ്റുമോ 2 കൊണ്ട്? അല്ല. സോ അതിന്റെ മുന്നുള്ളത് 18 ആണ്. 9 into 2 is 18. 1 then this 2. 6 2s are 12. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിവൈഡ് ചെയ്തപ്പം 196. ഇനി 196 ലാസ്റ്റ് ഡിജിറ്റ് 6 ആണ്. അത് അഗെയിൻ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് 196നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9 2s are 18. 1 6 8 2s are 16. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 98. 196നെ 2 കൊണ്ട് ചെയ്തപ്പം 98. 98 അഗെയിൻ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. 98നെ അഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് 98 ഡിവൈഡഡ് ബൈ 2? 4 2s are 8. 1 8 6 2s are 9 2s are 18. Our answer is 49. ഏതുകൊണ്ട് ചെയ്തപ്പം? 2 കൊണ്ട് ചെയ്തപ്പം. ഇനി നമുക്ക് 49 ഒരു ഓഡ് നമ്പർ ആണോ? യെസ്. ഈവൻ നമ്പർ ആണോ? അല്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 49 നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാ? 3 കൊണ്ട് പറ്റുമോ? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 49 ഉണ്ടോ നോക്കാം. നമ്മൾ എന്താ ചെയ്യാ? ഡിജിറ്റ്സ് ആഡ് ചെയ്തിട്ട് നോക്കുക. അപ്പൊ 13 ആണ് ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. 9 + 4. അപ്പൊ അത് 3ന്റെ മൾട്ടിപ്പിൾ ഉള്ളതല്ല, അതുകൊണ്ട് 3 കൊണ്ട് ഡിവിസിബിൾ ആവൂല. ഇനി 5 കൊണ്ട് ആവൂല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. ദെൻ അടുത്ത നമ്പർ 7 ആണ്. യെസ്, 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 49 ഉണ്ട്. 7 7s are 49. 7 1. അപ്പൊ നമ്മൾ 392നെ എന്ത് ചെയ്തു? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് 392നെ എങ്ങനെ എഴുതാൻ പറ്റും? 392 is equal to 2 into 2 into 2 into 7 into 7. ഇനി ഇതൊന്ന് പെർഫെക്റ്റ് ക്യൂബ് ആണോ നോക്കുക എല്ലാവരും. പെർഫെക്റ്റ് ക്യൂബ് ആണോ? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 2നെ മാത്രമേ നമുക്ക് ട്രിപ്പിൾസിൽ എഴുതാൻ പറ്റുള്ളൂ. 7 ആകെ 2 എണ്ണം ഉള്ളൂ. 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 7 ഒന്നും കൂടെ വേണമായിരുന്നു. ബട്ട് ഇവിടെ 2 7 ഉള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് 392 ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. ഈസ് നോട്ട് എ പെർഫെക്റ്റ് ക്യൂബ്. റീസൺ ചോദിച്ചാൽ എന്താ പറയാ? കാരണം 7 ഇവിടെ 2 times 7 ഉള്ളൂ. ദർ ഈസ് നോ 3 7, റൈറ്റ്? ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് നോട്ട്, അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ബൈ വിച്ച് 392 must be multiplied. അപ്പൊ 392ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവുക? ഏത് സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ്? അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എന്താണ്? ഒരു പെർഫെക്റ്റ് ക്യൂബ് ആവുക. അപ്പൊ ഏതവിടെ മിസ്സിങ്? 7 ആണ്. ഒരു 7 ആണ് മിസ്സിങ്. അപ്പൊ ആ 7 392ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് അടുത്തത് 392ന്റെ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ് എന്ന് കിട്ടുക. അപ്പൊ എന്താണോ ഇവിടെ
അവിടെ മിസ്സിംഗ് ഉള്ളത് അത് നമുക്ക് തന്ന നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോഴേ അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവുള്ളൂ. അതാണ് സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 7 കൂടെ വേണം അല്ലെ. അപ്പൊ നമുക്ക് 392 ഈ സൈഡിൽ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റു 7 ഇട്ട് കൊടുത്തു, കാരണം ഇവിടെ ഒരു 7 ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലും എന്ത് ചെയ്യാൻ പറ്റും, ഒരു 7 ഇടാൻ പറ്റും. നമ്മൾ എന്താണോ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്നത് അതന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ചെയ്യും അല്ലേ, എന്ത് കാര്യമാണെങ്കിലും. അപ്പൊ ഇവിടെ ഒരു 7 മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ ഇവിടെയും ഒരു 7 മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവൂലേ? ഏത് 392 ആണോ ആവുക? അല്ല, 392 ഇൻറ്റു 7 ആണ് പെർഫെക്റ്റ് ക്യൂബ് ആവുക. കാരണം 2നെയും 7നെയും നമുക്ക് ട്രിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റി. അപ്പൊ 392 ഇൻറ്റു 7 ആണ് ഒരു പെർഫെക്റ്റ് ക്യൂബ് ആവുക. സോ വാട്ട് ഈസ് 392 ഇൻറ്റു 7? 392 ഇൻറ്റു 7, 7 ഇൻറ്റു 2 14, 1. 63 plus 1 64, then 7 into 3 21, 21 plus 6 27. അപ്പൊ നമുക്ക് എന്ത് പറയാം, 2744. ഇതാണ് എന്ത്, ഒരു പെർഫെക്റ്റ് ക്യൂബ്. എന്താ, 2744. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, 2744 ആണ് എന്ത്, ഒരു പെർഫെക്റ്റ് ക്യൂബ്. ബട്ട് നമ്മളെ ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ബൈ വിച്ച് 392 must be multiplied so that the product is a perfect cube. നമ്മളോട് പറഞ്ഞത് എന്താണ്, സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഏത് മൾട്ടിപ്ലൈ ചെയ്താലാണ് അതൊരു പെർഫെക്റ്റ് ക്യൂബ് ആവുക. അപ്പൊ എന്താ നമ്മുടെ ആൻസർ, 7. അല്ല, നമുക്ക് ഇത് എഴുതേണ്ട ആവശ്യമില്ല. ബട്ട് ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് നമ്പർ ആണ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് must be so that the product is a perfect cube. അപ്പൊ പ്രൊഡക്റ്റ് എന്താണ്, 2744. അതാണ് ഒരു പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 392 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല, കാരണം അവിടെ ഒരു 7 ഇല്ല. അപ്പൊ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇനി 392 ഒരു പെർഫെക്റ്റ് ക്യൂബ് ആവുക? 392നെ 7 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2744. നമ്മൾ 7 കൊണ്ട് ചെയ്യാൻ കാരണം അവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് 7 ആണ്. അപ്പൊ നമ്മൾ 392നെ 7 കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലും 7 മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ 2744 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 2744 is a perfect cube, but 392 is not a perfect cube. For making 392 to perfect cube, we want to multiply the prime factorization of 392 again by 7. Okay, 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2744. അപ്പൊ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഇവിടെ 7 ആണ്. അപ്പൊ ഏതാണോ മിസ്സിങ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ ഏതാണോ മിസ്സിങ് നോക്കുക, അതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2744നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 222777. ഒരു 7 കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ.